ഹലോ എവ്രി വൺ, വെൽക്കം ടു പാർട്ട് 3 ഓഫ് അവർ മാൽദീവ്സ് ട്രിപ്പ്. സോ ഇന്ന് നമ്മൾ നമ്മുടെ ബീച്ച് വില്ല ചെക്കൗട്ട് ചെയ്ത് നമ്മൾ വാട്ടർ വില്ലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇവിടെ കുറേ വാട്ടർ വില്ലേഴ്സ് ഉണ്ട്. നമ്മൾ ഇന്നലെ ഈവനിങ് വാക്കിന് വന്നപ്പോൾ നമ്മൾ പറയുമായിരുന്നു ലാസ്റ്റ് വില്ല കിട്ടിയിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന്. ലക്ലി വി ഗോട്ട് ദ ലാസ്റ്റ് വില്ല ബിക്കോസ് ഇവിടെ ഇരുന്ന് ഡയറക്റ്റ് സൺസെറ്റ് വ്യൂവും ഒരു കോഫി കുടിക്കാനൊക്കെ നല്ലതായിരുന്നു. റൂമും അടിപൊളിയായിരുന്നു. നമുക്ക് ബാത്റൂമിൽ നിന്ന് ബാത്ത് ടബിൽ നിന്നെല്ലാം ഒരു ഡയറക്റ്റ് ബീച്ച് വ്യൂ ഉണ്ടാവും. ഒരു കുട്ടി ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ നമ്മുടെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബീച്ച് കാണാൻ പറ്റും. അവിടെ ഒരു നെറ്റുണ്ട്, നമുക്ക് ഒരു ജക്കൂസി ഉണ്ട്. കുട്ടികൾക്ക് നെറ്റെല്ലാം കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയതിൽ കുറേ നേരം ജമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതത്ര സേഫായിട്ട് എനിക്ക് തോന്നിയില്ല കുട്ടികൾക്ക്. ബിക്കോസ് അതിന് നേരെ താഴെ സീ ആണ്. പിന്നെ അവിടെ മീനിൻ്റെ കുറേ കൂടുകൾ കാണാം. അത് നല്ല ഷാർപ്പായിരുന്നു. ജക്കൂസി നമ്മൾ ബുക്ക് ചെയ്തത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതിൽ ടെമ്പറേച്ചർ സെറ്റിംഗ് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് ഇറങ്ങിയ സീലോട്ട് നമുക്ക് പോവാം. കുട്ടികൾ കുറേ സമയം നെറ്റിൽ കിടക്കുന്നുണ്ടായിരുന്നു, ജമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു വിസിറ്ററും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. ആ വ്യൂ നല്ല കാമുമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിള്ളേരെ ഡ്രസ് ചേഞ്ച് ചെയ്തെല്ലാം നേരെ ജക്കൂസിലോട്ട് പോയി. സുവി നേരെ സ്നോർക്ലിങ്ങിനും ഇറങ്ങി. നമ്മുടെ വില്ലിൻ്റെ നേരെ താഴെ തന്നെ നമുക്ക് സ്നോർക്ലിങ് ചെയ്യാം. ഞാനും മുന്നേ തായ്ലാൻഡിൽ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ടേൺ ആയപ്പോൾ ഞാൻ വേഗം സ്നോർക്ലിങ്ങിന് ഇറങ്ങി. നല്ല രസം ഇവിടെ നിന്ന് കാണാൻ. മീനിലെല്ലാം അടുത്ത് നല്ല കളേഴ്സുള്ള മീനാണ്. 2 days പോയതേ അറിഞ്ഞില്ല. ദ ടൈം ടു സേ ഗുഡ് ബൈ ടു മാൽദീവ്സ്. ഫോട്ടോസ് നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. കുറേ ഫോട്ടോസ് കിട്ടി. അങ്ങനെ നമ്മൾ മാൽദീവ്സ് ട്രിപ്പ് അടിച്ചു പൊളിച്ചു. ബൈ.